നമ്മളിപ്പോൾ ചെയ്യാൻ പോണത് നമ്മുടെ വൻപയർ പാവാൻ പോവുകയാണേ. വൻപയർ പാവി ഒരു 7 ദിവസം കഴിയുമ്പോൾ നമ്മളത് പയർ മുളച്ച് വന്നത് മുറിച്ച് നമ്മളതിനെ തോരൻ വയ്ക്കുക. അത് വളരെ നല്ല ഇതാണ്. ഒരു പ്രാവശ്യം ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇതാണ് വൻപയർ, സാദാ പയർ. ആ പയർ നമ്മളിപ്പോൾ ഈ ചട്ടിയിൽ പാവാൻ പോവുകയാണേ. ഇച്ചിരി അധികം നമുക്ക് പാവാം. അപ്പോൾ നല്ല ഇട തോന്നും. നമുക്ക് ഒരു ദിവസം വയ്ക്കാനുള്ള ഉപയോഗിക്കാനുള്ള പയറിൻ്റെ ചെടി കിട്ടും. പയറിട്ട് ഈ കൊച്ചു ചട്ടിയിൽ കൂടി നമുക്ക് പാവാം. 7 ദിവസം, ഒരു 4 ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഇത് മുളച്ച് ഒരുവിധം നമ്മൾ പൊങ്ങി വരും. എന്നാലും ഞാനൊരു 7 ദിവസമൊക്കെ ആയപ്പോഴാണ് കട്ട് ചെയ്ത് ഉപയോഗിച്ചത്. അപ്പം നമുക്ക് ഇത് നോക്കാം എന്തായാലും. ഇനി ഇതിൻ്റെ പുറത്ത് നമുക്ക് ഇച്ചിരി കൂടി മണ്ണിട്ട് കൊടുക്കാം. മണ്ണെടുത്ത് വെച്ചായിരുന്നു. ഞാനിതിൽ ഇച്ചിരി ചാണകപ്പൊടി ഒക്കെ ചേർന്നൊരു മണ്ണായിരുന്നു. നല്ലപോലെ മുളച്ച് വരും. ആദ്യം മുളച്ച് വരുമെന്നൊക്കെ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ നല്ലപോലെ മുളച്ച് നല്ല ഭംഗിയായിട്ട് ചെടികളൊക്കെ വളർന്ന് നിൽക്കണത് തന്നെ കാണാനൊരു ഭംഗിയാണ്. നല്ലതായിട്ട് മുളച്ച് വരും. മുളച്ച് വന്ന് ഒരു 7 ദിവസമാകുമ്പോൾ നമ്മളത് കട്ട് ചെയ്യും. അപ്പോൾ ഇനി മുളച്ച് വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് അത് കട്ട് ചെയ്യണത് നമ്മൾ ഉപയോഗിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മൾ വൻപയർ 6 ദിവസം മുമ്പ് ഇതിൽ പാവി വെച്ചതായിരുന്നേ. ഇനി നമ്മളിത് മുറിക്കാൻ പോവുകയാണ്. മുറിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് മുറിച്ചെടുക്കാൻ പോവുകയാണ്. വേറൊരു ചട്ടിയിൽ കൂടി നമ്മൾ പാവിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ മുറിച്ച് എടുത്ത് ഇതിപ്പം രണ്ടാമത്തെ കൊച്ചു ചട്ടിയിൽ പാവിയതാണ്. അപ്പം നമ്മൾ മുറിച്ചെടുത്ത് ഇനി നമുക്ക് തോരൻ വയ്ക്കായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാനപ്പോൾ ഈ 6 ദിവസമായത് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണ്. എന്തായാലും ഇത്രയും നമുക്ക് ഇത് നമ്മളിതാ ഇപ്പം മുറിച്ചെടുത്ത പയറാണ്. ഇത്ര കിട്ടിയത്. ഏകദേശം ഒരു 200 ഗ്രാം പയർ നമ്മൾ പാവിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കിട്ടിയതാണ് ഈ പയറിൻ്റെ ചെടി. ഇത് നമ്മൾ ഇനിയൊരു തോരൻ വയ്ക്കാനുള്ളത്. തോരൻ വയ്ക്കും.